തമിഴ്നാട്ടിൽ വലിയ വീടുകളും സൗകര്യങ്ങളും, കേരളത്തിൽ വഴിവക്കിൽ താമസം, ഒഴിവു സമയം കുടുംബസമേതം ഉല്ലാസയാത്ര. ഫിറ്റ്നസിന്റെ കാര്യത്തിൽ കുറുവ സംഘത്തിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ സ്വർണം കവർന്ന രണ്ടാമനെ തേടിയും പോലീസ് അന്വേഷണം ശക്തം. അർദ്ധനഗ്നരായി മുഖം മറച്ച് ശരീരമാസകലം എണ്ണ തേച്ചെത്തുന്ന കുറുവ സംഘം വീണ്ടും വാർത്തകളിൽ നിറയുമ്പോൾ ഏറ്റവും ഭീതിയോടെ കഴിയുന്നത് ആലപ്പുഴയിലെ ജനങ്ങളാണ്. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന കുറുവ സംഘാംഗം സന്തോഷ് സെൽവത്തിനായി പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി. ഇയാൾക്കൊപ്പം കുണ്ടന്നൂരിൽ നിന്നും പിടികൂടിയ തമിഴ്നാട് സ്വദേശി മണികണ്ഠനെ ചോദ്യം ചെയ്തു വരികയാണ്. സന്തോഷ് സെൽവത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മറ്റു പ്രതികൾക്കായി വിപുലമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് സ്പെഷ്യൽ സ്ക്വാഡ്. മണ്ണഞ്ചേരിയിൽ സന്തോഷ് സെൽവത്തിനൊപ്പം വീടുകളുടെ അടുക്കളവാതിൽ പൊളിച്ച് അകത്തുകയറി സ്ത്രീകളുടെ സ്വർണം കവർന്ന രണ്ടാമനെ കുറിച്ച് വിവരം ലഭിച്ചതായാണ് പോലീസ് അറിയിക്കുന്നത്. ഇയാളെ ഉടനെ പിടികൂടാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പോലീസ് പറയുന്നു. കുറുവ സംഘത്തിൽപ്പെട്ട 14 പേരാണ് മോഷണങ്ങൾക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. ഇവരിലേക്ക് ഉടൻ എത്താനുള്ള ശ്രമമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്നത്. സന്തോഷ് സെൽവത്തിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠൻ കുറുവ സംഘത്തിൽപ്പെട്ടയാളാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നും ആലപ്പുഴയിലെ മോഷണം നടന്ന കാലയളവിൽ മണികണ്ഠൻ കേരളത്തിൽ ഇല്ലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. പോലീസിന് ലഭിച്ച വിവരമനുസരിച്ച് ഒക്ടോബർ 23 മുതൽ നവംബർ 14 വരെ ഇയാൾ തമിഴ്നാട്ടിലായിരുന്നു. പുന്നപ്ര പോലീസും മണികണ്ഠനെ ചോദ്യം ചെയ്തിരുന്നു. പുന്നപ്രയിൽ മോഷണം നടന്ന വീട്ടിലെ യുവതിക്ക് മണികണ്ഠനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നുള്ളതും ഇയാൾ കുറുവ സംഘത്തിൽപ്പെട്ട ആളാണോ എന്ന സംശയം വർദ്ധിപ്പിക്കുന്നു. റിമാൻഡിലുള്ള സന്തോഷിനെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ കൂടുതൽ വിവരം ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. അതിനിടെ കുറുവ സംഘത്തിലുള്ളവര് കുണ്ടന്നൂർ പാലത്തിനടിയിൽ വ്യായാമം ചെയ്യുന്നതിന്റെ വീഡിയോ പോലീസിന് ലഭിച്ചിരുന്നു. ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ഇവർ കണിശക്കാരാണെന്ന് പോലീസ് പറയുന്നു. മോഷണത്തെ എതിർക്കുന്നവരെ വേണ്ടി വന്നാൽ ആക്രമിക്കാനും ഏതു സാഹചര്യത്തിലും പിടിക്കപ്പെടാതെ കടന്നുകളയാനും ഇവര് പ്രത്യേക പരിശീലനം നേടിയിട്ടുമുണ്ട് എന്നാണ് വിവരം. കേരളത്തിലെത്തി ദരിദ്രരെ പോലെ വഴിവക്കിൽ താമസിക്കുന്ന ഇവർക്ക് തമിഴ്നാട്ടിൽ വലിയ വീടുകളും സൗകര്യങ്ങളും ഉണ്ടെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ ഡിസംബർ 31 പുതുവർഷം ആഘോഷിക്കാൻ സംഘം കുടുംബസമേതം ആലപ്പുഴ ബീച്ചിലും എത്തിയിരുന്നതായി പോലീസിന് തെളിവുകൾ ലഭിച്ചു. സൗത്ത് പോലീസ് സ്റ്റേഷന് സമീപം കനാൽക്കരയിൽ സ്ഥാപിച്ച ഐ ലവ് ആലപ്പുഴ എന്ന ബോർഡിനടുത്ത് നിന്ന് മുൻപ് സന്തോഷ് സെൽവം പകർത്തിയ ചിത്രം വാട്സാപ്പിൽ ഡിസ്പ്ലേ പിക്ചർ ആക്കിയിരുന്നു. പാലായിലെ മോഷണത്തിന് പിടിക്കപ്പെട്ടപ്പോൾ ഇത് സന്തോഷിന്റെ ഫോണിൽ കണ്ടെത്തി. കൂടാതെ സന്തോഷ് സെൽവം തന്നെയായിരുന്നു മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയതെന്ന് ഉറപ്പിക്കാൻ പോലീസ് അയാളെ വീണ്ടും മോഷണ സമയത്തെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ഡ്രസ് റിഹേഴ്സൽ നടത്തി പരിശോധിച്ചു. ഒക്ടോബർ 29 മണ്ണഞ്ചേരി നേതാജി ജംഗ്ഷന് സമീപം മോഷണ ശ്രമം നടന്ന വീട്ടിലാണ് ഇതിനായി പോലീസ് സന്തോഷിനെ എത്തിച്ചത്. മോഷണ സമയത്ത് ധരിച്ച രീതിയിൽ വസ്ത്രം ധരിപ്പിച്ച് വീട്ടുകാരെ കാണിച്ച് ഉറപ്പുവരുത്തി. നേതാജി ജംഗ്ഷനിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യത്തിൽ സന്തോഷ് സെൽവത്തിന്റെ ദേഹത്തെ പച്ചകുത്തൽ വ്യക്തമായി കണ്ടിരുന്നു. മോഷണത്തിന് ശേഷം മിക്ക വീട്ടുകാരും മുഴുവൻ സമയവും ലൈറ്റുകൾ അണയ്ക്കാത്തതിനാൽ ദൃശ്യത്തിലെ പോലെ ഒത്തുവന്നില്ല. തുടർന്ന് കുറച്ച് ലൈറ്റുകൾ പോലീസ് അണച്ചു. പഴയ സാഹചര്യം പുനഃസൃഷ്ടിച്ചു. ഇൻഫ്രാറെഡ് ലൈറ്റും ഇതിനായി ഉപയോഗിച്ചു. വീണ്ടും സന്തോഷിനെ എത്തിച്ചപ്പോൾ അയാളുടെ നടത്തത്തിൽ വ്യത്യാസം അനുഭവപ്പെട്ടു. മോഷണത്തിനെത്തിയപ്പോൾ അല്പം കുനിഞ്ഞാണ് നടന്നിരുന്നത്. വീണ്ടും നടത്തിക്കുന്നത് എന്തിനാണെന്ന് അറിയാമെന്നതിനാൽ സന്തോഷ് മനഃപൂർവ്വം പോസ് മാറ്റിയതാണെന്നാണ് പോലീസിന്റെ നിഗമനം. വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് നടത്തിയ മോഷണത്തിൽ സന്തോഷിന്റെ വിരലടയാളം ലഭിച്ചത് പാലായിലെ കേസിൽ പ്രയോജനപ്പെട്ടിരുന്നു. അത് മണ്ണഞ്ചേരി മോഷണ കേസിലും സഹായകമാകും. പാലായിലെ കേസിൽ കൂട്ടാളികളായ പശുപതി, അർജുൻ എന്നിവർ ഇപ്പോഴും ജയിലിലാണെന്നാണ് സന്തോഷ് പറഞ്ഞത്. മണികണ്ഠനെതിരെ ഏതെങ്കിലും സ്റ്റേഷനുകളിൽ കേസുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷം നിരപരാധിയാണെങ്കിൽ വിട്ടയക്കുമെന്നും പോലീസ് വ്യക്തമാക്കി.